വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച അതേ കുടുംബം, ഷിക്കാഗോയിൽ നിന്നുള്ള ഒരു വെൽവിഷറുടെ കുടുംബം, അതേ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെയും ഇന്നും നാളെയും ഒരേ കുടുംബമാണ് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകം എമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിപ്പോൾ ഷിക്കാഗോയിൽ നിന്നുള്ള ആ കുടുംബത്തെ ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷറെ തൻ്റെ ആ കേൾവി ശക്തിയിലുള്ള കുറവിൽ നിന്നും പരിപൂർണമായി സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ ഭാര്യയും ദൈവിക ആരോഗ്യത്തിൽ അങ്ങ് സംരക്ഷിക്കണമേ. അതുകൂടാതെ സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു ജീവിത പങ്കാളിയെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനും കർത്താവ് കൊടുത്ത് 2 പെൺമക്കൾക്കും അതുപോലെ 4 കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെല്ലാവരും യേശു കർത്താവിൽ വളരേണ്ടതിന്, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, സകല അനുഗ്രഹങ്ങളാലും നിറയപ്പെടേണ്ടതിന് ഞങ്ങളെല്ലാവരും ചേർന്ന് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉടുപ്പി ജൂൺ 25 വ്യാഴം. സമയം വൈകിട്ട് 5:30 മുതൽ. ശ്രീ ആരൂർ ലക്ഷ്മി നാരായണ റാവു മെമ്മോറിയൽ ടൗൺ ഹാൾ, അജർക്കാട്, ഉടുപ്പി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ജൂൺ 26 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ. ജഗൻ മോഹൻ പാലസ്, ദേവരാജ് മോഹല്ല, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. തുടർന്ന് നാം കാണാൻ പോകുന്നത് കൊല്ലം ബ്ലെസ്സിങ് സെൻറ്ററിലെ ഒരു ശുശ്രൂഷക ദമ്പതികൾ, ഒരു കുടുംബം. അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതകരമായ വിടുതലുകളുടെ ഒരു സാക്ഷ്യമാണ്. ഇത് ഒരു കെട്ടുകഥയല്ല, ഇതൊരു ചുമ്മാ ഒരു ഫെയറി ടെയിൽ അല്ല. 2 വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ, രുചിച്ചറിഞ്ഞ യേശുവിനെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഈ സഹോദരന്റെ പേര് ഗിരീഷ് എന്നാണ്. ഭാര്യയും ഭർത്താവുമാണ്. ഇവർ 2 പേരും ഈ കൊല്ലം ബ്ലെസ്സിംഗ് സെന്ററിലെ മിനിസ്റ്റേഴ്സ് ആണ്. ഇവിടുത്തെ ശുശ്രൂഷകരാണ് ഇവർ 2 പേരും. ഇവരുടെ സാക്ഷ്യം എന്നുള്ളത് 2013 ഏതോ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ, കൊല്ലത്ത് നടന്ന ഏതോ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലാണ് ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അന്ന് ഇവർ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഗിരീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇതുപോലെ ആയിരുന്നില്ല. താൻ ഒത്തിരി ദുശ്ശീലങ്ങൾക്ക് അടിമയായിരുന്നു. മദ്യപാനം, പുകവലി, മുറുക്ക്, ഇതുപോലുള്ള ദുശ്ശീലങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതൊക്കെ വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലായിരുന്നു താൻ ജീവിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം തുടർന്ന് കൊല്ലത്തുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ താനും കുടുംബവും സ്ഥിരമായി വരാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ദുശ്ശീലങ്ങളോടെല്ലാം നോ പറയാനുള്ള ഒരു ധൈര്യം തനിക്ക് ലഭിച്ചു. ഒന്നുകൂടി ആ വാചകം പറഞ്ഞ്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ദുശ്ശീലങ്ങളോടെല്ലാം നോ പറയാനുള്ള ഒരു ധൈര്യം. ആ ധൈര്യമാണ് പലർക്കും കിട്ടാത്തത്. കാരണം പലർക്കും ആഗ്രഹമുണ്ട്, ഇത് വേണ്ടെന്ന് വയ്ക്കാം, മദ്യപാനം വേണ്ട, ഈ പുകവലി വേണ്ട, വെറ്റില മുറുക്കുന്നത് വേണ്ട. പക്ഷേ നോ അങ്ങ് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ട്. പക്ഷേ റെഗുലറായി പ്രാർത്ഥനകളിൽ സംബന്ധിച്ചപ്പോൾ യേശു കർത്താവ്
ദ പവർ ടു സേ നോ. നോ പറയാനുള്ളൊരു ശക്തി ഇദ്ദേഹത്തിൻ്റെ അകത്ത് കൊടുത്തു. വണ്ടർഫുൾ. ആദ്യം മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, മുറുക്ക് നിർത്തി. സിസ്റ്റർ പറഞ്ഞത് കുടുംബത്തിൽ വലിയ സമാധാനം ലഭിച്ചു. ഹല്ലേലൂയ. ഈ കുടുംബം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗിരീഷ് വർക്ക് ചെയ്തിരുന്നത് ഒരു അലൂമിനിയം പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു. 2013 ഡിസംബർ മാസത്തിൽ താൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം, അതായത് താൻ അവിടുത്തെ ഒരു മെഷീൻ ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പലതരം സ്വിച്ചുകളാണുള്ളത്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ മെഷീൻ വന്ന് ഈ ഷീൽഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസ്സായി അത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് മുകളിലേക്ക് പോയി പോസ് ചെയ്ത് നിൽക്കും. അടുത്ത സാധനം വെക്കുന്നത് വരെ ഒരു മിനിറ്റ് എന്തോ സമയം പോസ് ചെയ്ത് അവിടെ നിൽക്കും. അതിനിടയ്ക്ക് വേഗത്തിൽ തന്നെ അത് മാറ്റി വെച്ച് കൊടുക്കണം. അങ്ങനെയുള്ള വർക്കാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ വർക്ക് ചെയ്യുന്നതിനിടയിൽ പ്രസ്സായി കഴിഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് എടുത്ത് മാറ്റി വെച്ച് അടുത്ത ഷീൽഡ് വെക്കുന്നതിനിടയിൽ അറിയാതെ ഒരു ബട്ടൺ ഓണായിപ്പോയി. ഓണായ സമയത്ത് തൻ്റെ കൈപ്പത്തി ആ ഷീൽഡിന് അവിടെ ആ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. മെഷീൻ മുകൾ ഭാഗത്തുള്ള ആ പ്രസ്സിങ് താഴേക്ക് വന്നുകൊണ്ടിരുന്നു. മെഷീൻ ഓൺ ആയപ്പോഴേക്കും തൻ്റെ കൺട്രോൾ പോയി. പെട്ടെന്ന് താൻ പകച്ചുപോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ. പക്ഷെ കാരണം ആ കൈ വലിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിച്ചില്ല. ആ മെഷീൻ താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയം ഒരു കാര്യം താൻ ചെയ്തത്, ഉച്ചത്തിൽ യേശുവേ എന്ന് താൻ നിലവിളിച്ചു. ആ സമയം അവിടെ ഇരുന്നോണ്ട് അപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, മെഷീൻ വന്നു ഈ കൈപ്പത്തിയുടെ മുകളിൽ പ്രസ്സായി മേൽഭാഗത്തുള്ള അസ്ഥികളെല്ലാം ഞെരിഞ്ഞമർന്നു. അവിടെ വെച്ചിട്ട് ആരോ മെഷീൻ ഓഫ് ചെയ്തതുപോലെ ആ മെഷീൻ പെട്ടെന്ന് അങ്ങ് ഓഫായി പോയി. തന്നെ അങ്ങ് ഓഫായി പോയി. സാധാരണ രീതിയിൽ ആ മെഷീൻ താഴേക്ക് മുഴുവനായി വന്നിരുന്നെങ്കിൽ തന്റെ കൈപ്പത്തി അവിടെ വെച്ച് അറ്റുപോകുമായിരുന്നു. ഇത് മുഴുവൻ മുറിഞ്ഞു പോയേനെ, ഇവിടെ വെച്ച് മുറിഞ്ഞു പോയേനെ. പക്ഷേ ആരോ ഓഫ് ചെയ്ത പോലെ ഈ മെഷീൻ ഓഫായി പോയി. ഇതിങ്ങനെ വന്നിരുന്നതിന് ശേഷം മെഷീൻ അങ്ങ് ഓഫായി പോയി. ഈ സമയം തന്നെ തൻ്റെ ചെവിയിൽ വളരെ നല്ലൊരു ഓഡിയബിൾ വോയിസിൽ ആരോ സംസാരിക്കുന്നത് പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ശബ്ദം ഞാൻ നിശ്ചയമായിട്ട് കേട്ടതാണ്. എന്റെ ചെവി തോന്നലല്ല, കാരണം എല്ലാം കൂടി പകച്ചു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും വിഭ്രതി തോന്നി. ആ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അന്നേരം ടീ ബ്രേക്ക് ആയിരുന്നു. ടീ ബ്രേക്കിന്റെ സമയത്ത് എല്ലാവരും പുറത്തായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, തീർത്തിട്ട് ഇറങ്ങാവുന്ന രീതിയിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നേരമാണ് ഇത് സംഭവിച്ചത്. പക്ഷെ അന്നേരം ആ സമയത്ത് ഞാൻ പ്രാർത്ഥനയോടായിരുന്നു. കാരണം ഈ ഒരു അപകടത്തിന് മുമ്പിൽ പെട്ടെന്ന് യേശുവിനെ വിളിച്ചു. ആ കേട്ട ശബ്ദം KP ജോർജ് ബ്രദർ എന്ന് പറഞ്ഞു, എന്താ കേട്ടത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ശബ്ദം നമ്മൾ കേട്ടു. ഞാൻ കേട്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി. ഞാൻ ബോധം കെട്ടില്ല അന്നേരം. പക്ഷേ ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ, ചില സാക്ഷ്യങ്ങൾക്ക് പ്രസംഗങ്ങളേക്കാൾ ശക്തിയുണ്ട്. ഈ മനുഷ്യൻ ഇത് അനുഭവിച്ചതാണ്. ഒരാപത്തിൻ്റെ സമയത്ത് വിളിച്ചപേക്ഷിക്കേണ്ടത് ഏത് നാമത്തെയാണ്? നമ്മളെ രക്ഷിക്കുന്ന യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. ആ സമയത്തുള്ള കർത്താവിൻ്റെ റെസ്പോൺസ് കേട്ടായിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതൊരു ശക്തിയേറിയ സന്ദേശമാണ്. ഏതൊരു വിഷമസന്ധിയുടെ മുമ്പിലും ഓർക്കുക ഈ ശബ്ദം, ഭയപ്പെടരുത്, യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇനി ഈ ശബ്ദം കേട്ടതോടുകൂടെ താൻ വീണ്ടും കൺട്രോൾ തൻ്റെ മനസ്സിന് ലഭിച്ചു. താൻ തന്നെ മേളിലോട്ട് പോകാനുള്ള ബട്ടൺ ഓൺ ചെയ്ത് ആ ഷീൽഡ് മേളിലേക്ക് വന്നു. താൻ തന്നെ തൻ്റെ കൈ വലിച്ചെടുത്തു. ഇട്ടിരുന്ന ഷർട്ട് എടുത്ത് കൈ കൊണ്ട് പൊതിഞ്ഞു. താൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഇത് അന്നേരം അവിടെ ആൾക്കാരെത്തി. എൻ്റെ ബഹളം കേട്ടോണ്ട് ആൾക്കാരെത്തി. പക്ഷെ ആൾക്കാരെത്തിയെങ്കിൽ അവര് എൻ്റെ അവസ്ഥ കണ്ട് അവര് ബോധം കെട്ട് വീണ്. നമ്മൾ എന്നിട്ടും ബോധം കെട്ടിട്ടില്ല. പെട്ടെന്ന് രണ്ടുപേരെ ഓടി വന്ന് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് മെഷീൻ കാണുമ്പോഴേ മനസ്സിലാവും, ഭയങ്കര ഡേഞ്ചറസ് മെഷീനാണ്. അതിന്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഇങ്ങനെ കയറിയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇവര് വന്ന അവസ്ഥ കണ്ടപ്പം
ഇവർ ബോധം കെട്ടുപോയി. പക്ഷേ അന്നേരം രക്ഷിക്കാൻ വന്നവര് ബോധം കെട്ടു. പക്ഷെ അന്നേരം ഞാനും ബോധം കെട്ടിരുന്നുവെങ്കിൽ ഒന്നും നടക്കില്ല. തനിക്ക് ആ കൺട്രോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഓഫാക്കി ഇത് മുകളിലേക്ക് പോയി കൈവലിച്ചെടുത്തു, ഷർട്ട് കൊണ്ട് പൊതിഞ്ഞു, താൻ ഹോസ്പിറ്റലിൽ പോയി. ഏതാനും മാസങ്ങളിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് കൈ പഴയതുപോലായി. ഒന്ന് കാണിച്ചേ, കൈ പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൈ പൂർണ്ണമായിട്ടും സൗഖ്യമാകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ ഈ കൈപ്പത്തിയുടെ ഈ ഭാഗത്ത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു മുഴ വന്നു. ഒരു ട്യൂമർ പോലെ അവിടെ ഫോം ചെയ്തു. ആ സമയം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കൈ പൂർണ്ണമായും സൗഖ്യമായതിനു ശേഷം ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഗിരീഷ് പറഞ്ഞു, ഓപ്പറേഷൻ എല്ലാം നടക്കട്ടെ, പക്ഷെ ഞാൻ ഓപ്പറേഷനിലൊന്നും വിശ്വസിക്കുന്നില്ല, എൻ്റെ യേശു തന്നെ ഇതെനിക്ക് പൂർണ്ണമായും മാറ്റിത്തരും എന്ന് താൻ വീണ്ടും പറയുവാൻ തുടങ്ങി. ഒരിക്കൽ രക്ഷിച്ച യേശു ഇനിയും രക്ഷിക്കാൻ, ഇനിയും വിടുവിക്കാൻ ശക്തനാണ്. സംഭവിച്ചത് ആ ഇടയ്ക്കാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പ്രയർ ഡേ നമ്മൾ കൊച്ചിയിൽ വെച്ച് നടത്തിയത്. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം നമ്മൾ നടത്തിയത് ഏതൊരു ജൂൺ 12 അല്ലേ? ഒരു ജൂൺ 12-ാം തീയതി ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷം. ആ സമയത്ത് എല്ലാ ബ്ലെസ്സിംഗ് സെന്ററിലുമുള്ള ആളുകളുടെ പ്രയർ റിക്വസ്റ്റുകൾ നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഗിരീഷും തൻ്റെ പ്രാർത്ഥനാ വിഷയം, തൻ്റെ കയ്യിലെ ട്യൂമർ യേശു സൗഖ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രയർ റിക്വസ്റ്റ് എഴുതി അങ്ങോട്ട് അയച്ചിരുന്നു. അന്നത്തെ ദിവസമാണ് ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി അത് വെച്ചുകൊണ്ടിരിക്കരുത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് പറഞ്ഞത്, നാളെ കൂടെ കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം ഞാൻ പറയാം, കാരണം ഒരു ദിവസം കൂടി ചോദിച്ചു. കാരണം ഇന്നത്തെ ദിവസം ഇത് സൗഖ്യമാകും എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു എന്നാണ് പറയുന്നത്. സംഭവിച്ചത് അന്നത്തെ ഏകദേശം 4 മണിയോടടുപ്പിച്ച്, അന്നാണ് ആ സമയത്താണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ എൻഡിങ്ങിലോട്ട് വന്നുകൊണ്ടിരുന്നത്. 4 മണി വരെയായിരുന്നു അവിടെ കൊച്ചിയിൽ പ്രാർത്ഥന നടന്നത്. 4 മണിയായപ്പോഴേക്കും താൻ പറഞ്ഞത് തൻ്റെ ഈ മുഴയ്ക്ക് വേദന അനുഭവപ്പെട്ടു. ആ സമയത്തുള്ള ഭാഗത്ത് വേദന തോന്നി. ആ സമയം തന്നെ അത് പൊട്ടി, അതിൻ്റെ ഉള്ളിലുള്ള പസ്സെല്ലാം പുറത്തേക്ക് പോയി, താനെ അത് ഉണങ്ങാൻ തുടങ്ങി. സർജറി ഒന്നും വേണ്ടിയൊന്നുമില്ല. അപ്പൊ ഗിരീഷ് പറഞ്ഞത്, അവിടെ പ്രാർത്ഥന കഴിഞ്ഞു, ആ കഴിഞ്ഞ ഉടൻ തന്നെ എൻ്റെ യേശു അത് ഓപ്പറേറ്റ് ചെയ്ത് ആ മുഴ അവിടെ നിന്നും എടുത്ത് കളഞ്ഞതാണ് എന്നാണ് താൻ പറഞ്ഞത്. പ്രാർത്ഥനാ ദിവസം എല്ലാ പ്രാർത്ഥനകൾക്കും കൂടി 4 മണിക്ക് ആമേൻ പറഞ്ഞപ്പോൾ പൊട്ടേണ്ടതെല്ലാം പൊട്ടി, പോകേണ്ടതെല്ലാം പോയി പറഞ്ഞു. ഞാൻ അന്നേരം കറക്റ്റ് ടൈം നോക്കിയായിരുന്നു എൻ്റെ വാച്ചിൽ. ശരി, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലായിരുന്നു ഇത് അത്ഭുതം സംഭവിച്ചത്. ഈ 4 മണി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനു മുമ്പും ഈ പ്രാർത്ഥനാ ദിവസം സംഭവിച്ച ചില മിറക്കിൾസ് നമ്മൾ ഇതിനു മുമ്പ് സാക്ഷി ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടു. അതിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ഒരെണ്ണം കൂടി കേൾക്കുന്നത്. ഈ വർഷവും ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനമുണ്ട്. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, അനൗൺസ്മെൻറ്റ് വരും. ആവശ്യമുള്ളവർക്കെല്ലാം പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. നമ്മളെല്ലാവരും കൂടെ അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കും. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഈ വർഷം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. Using spiritual weapons, he overturns kingdoms of darkness. ഈ ആത്മീകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അന്ധകാരത്തിന്റെ സാമ്രാജ്യങ്ങളെ യേശു തോൽപ്പിക്കുവാനിടയായി. Hallelujah. Hallelujah. And he conquered our hearts also with his love. മാത്രമല്ല അവന്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയവും അവൻ നേടിയിരിക്കുകയാണ്. And he gives spiritual weapons in our hands also. നമ്മുടെ കരങ്ങളിലേക്കും ഇതേ ആത്മീക ആയുധങ്ങൾ യേശു നൽകുകയാണ്. That is what we read in 2 Corinthians chapter number 10. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വചനങ്ങൾ അതാണ് നമ്മൾ വായിക്കുന്നത്. Verses 4 and 5. The weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. We demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought
to make it obedient to Christ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വചനങ്ങൾ. പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്തു കളയുവാൻ തക്ക ദിവ്യ ശക്തിയുള്ളവയാണ്. ദൈവ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. Always remember one thing. Our leader Jesus used spiritual weapons. എപ്പോഴും ഓർക്കുക, നമ്മളുടെ ആത്മീക നേതാവായ യേശു ഉപയോഗിച്ചത് ആത്മീകായുധങ്ങളാണ്. And he has commanded us to use the same thing. അവൻ നമ്മളോടും അത് തന്നെ ഉപയോഗിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. We have given only spiritual weapons. നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്നത് ആത്മീകായുധങ്ങൾ മാത്രമാണ്. Hallelujah. ഹല്ലേലൂയ. When Jesus was about to be crucified, about to be arrested, യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ്, അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്, Peter took a sword പത്രോസ് ഒരു വാൾ ഉറയിൽ നിന്നെടുത്തു. and he cut the ear of the high priest servant. മഹാപുരോഹിതന്റെ സേവകന്റെ ഒരു ചെവി അവൻ മുറിച്ചു കളഞ്ഞു. And that time Jesus said, അപ്പോൾ യേശു പറഞ്ഞു, if you take your sword, you will perish with the same sword. നീ വാൾ എടുക്കുന്നെങ്കിൽ അതേ വാളിനാൽ തന്നെ നീ നശിച്ചു പോകും. And Jesus touched and healed the servant's ear. ആ സേവകന്റെ ചെവി തൊട്ട് യേശു സൗഖ്യമാക്കി. Hallelujah. ഹല്ലേലൂയ. So Jesus was teaching them a lesson. അവരെ അവിടെ ഒരു പാഠം യേശു പഠിപ്പിക്കുകയായിരുന്നു. That is not the weapon you have to use. ആ ആയുധങ്ങളല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. I will give you more powerful weapons. ഇതിലും ശക്തിയുള്ള ആയുധങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. Hallelujah. Hallelujah. When Jesus came into this world as a revolutionary, യേശു ഈ ഭൂമിയിലേക്ക് ഒരു വിപ്ലവകാരിയായി കടന്നു വന്നപ്പോൾ he was a different revolutionary. അവൻ ഒരു വ്യത്യസ്തനായ ഒരു He വിപ്ലവകാരിയായിരുന്നു. was not ordinary. സാധാരണക്കാരനായിരുന്നില്ല. Hallelujah. Hallelujah. That's why his methods were different. അതുകൊണ്ട് അവന്റെ മാർഗങ്ങളും രീതികളും വ്യത്യാസമുള്ളതായിരുന്നു. His weapons were different. അവന്റെ ആയുധങ്ങൾക്ക് His വ്യത്യാസമുണ്ടായിരുന്നു. life was different. അവന്റെ ജീവിതം വ്യത്യാസമുണ്ടായിരുന്നു. Everything was different about him. യേശുവിനെ സംബന്ധിച്ചുള്ള സകലവും വ്യത്യസ്തമുള്ളതായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Lift both of your hands and shout hallelujah. രണ്ട് കരങ്ങളെ ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. With his love and with his spiritual weapons, he conquered the world. അവന്റെ ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ച്, തന്റെ സ്നേഹം ഉപയോഗിച്ച് അവൻ ഈ ലോകത്തെ നേടി. Many world leaders and national leaders started following him. ഒത്തിരി ലോക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ യേശുവിനെ അനുഗമിക്കാൻ ആരംഭിച്ചു. He is the ultimate liberator of people. മാത്രമല്ല ആളുകളെ പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്നവനാണ് യേശു. When Jesus comes, യേശു കടന്നു വരുമ്പോൾ he gives you freedom. അവൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. He can give you emotional freedom. നിങ്ങൾക്ക് മാനസിക സ്വാതന്ത്ര്യം യേശു നൽകും. Many people are bound in their lives. പല ആളുകളും അവരുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ടവരാണ്. Some people are bound emotionally. ചില ആളുകൾ വൈകാരികപരമായി കെട്ടപ്പെട്ടവരാണ്. Their thoughts are bound. അവരുടെ ചിന്തകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. They have only limited thinking patterns. അവർക്ക് വളരെ ചെറിയ ചിന്താഗതികൾ മാത്രമേ ഉള്ളൂ. But when Jesus comes, യേശു വരുമ്പോൾ he will liberate their thoughts. അവരുടെ ചിന്തകളെ യേശു സ്വതന്ത്രമാക്കും. They will start understanding God. അവർ ദൈവത്തെ മനസ്സിലാക്കുവാൻ തുടങ്ങും. They will start understanding the word. ദൈവത്തിന്റെ വചനം അവർ ഗ്രഹിക്കുവാൻ തുടങ്ങും. They will start understanding themselves. അവരെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. They will start understanding their problems. അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് മനസ്സിലാകും. They will understand their situations. അവരുടെ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും അവർ തിരിച്ചറിയും. Some people are mentally bound. ചില ആളുകൾ മാനസികമായി കെട്ടപ്പെട്ടവരാണ്. Some people have double-mindedness. പലർക്കും ഇരുമനസ്സുള്ളവരാണ്. Some people have weak mind. വളരെ ദുർബലമായ മനസ്സുള്ളവർ. Some people have weird minds. വളരെ വികലമായ മനസ്സുള്ളവർ. But when Jesus comes, യേശു വരുമ്പോൾ he will cleanse every mind. എല്ലാ മനസ്സിനെയും അവൻ ശുദ്ധീകരിക്കും. He will cleanse every thought. നമ്മുടെ എല്ലാ ചിന്തകളെയും അവൻ കഴുകും. He will cleanse every heart. എല്ലാ ഹൃദയങ്ങളെയും അവൻ കഴുകി വെടിപ്പാക്കും. He will cleanse every soul. എല്ലാ ആത്മാക്കളെയും അവൻ കഴുകും. He will cleanse
cleanse every spirit. എല്ലാ ആത്മാവിനെയും യേശു കഴുകും. He will cleanse every body. നമ്മുടെ ശരീരത്തെ യേശു കഴുകും. Hallelujah. ഹല്ലേലൂയ. He will cleanse every personality. എല്ലാ വ്യക്തികളെയും യേശു കഴുകി വെളിപ്പാക്കും. Shout a bigger hallelujah to this great ഈ revolutionary. വലിയ വിപ്ലവകാരിക്ക് കരങ്ങളെ ഉയർത്തി വലിയ ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് Hallelujah. ഹല്ലേലൂയ. I know something is happening in your life today. എനിക്കറിയാം, എനിക്ക് ശക്തമായി അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. Because this revolutionary is here. കാരണം ഈ വിപ്ലവകാരിയായ യേശു ഇവിടെയുണ്ട്. This liberator is here. സ്വാതന്ത്ര്യം നൽകുന്ന യേശു ഇവിടെയുണ്ട്. Some people, not some people, almost all people are in the grips of sins and sinful behavioral patterns. മിക്ക ആളുകളും പാപത്തിന്റെ പിടിയിൽ കിടക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Only Jesus can emancipate people, set them free from their sins. ആ പാപത്തിന്റെ പിടിയിൽ നിന്നും നിങ്ങളെ സ്വാതന്ത്ര്യമാക്കാൻ കഴിയുന്നത് യേശു മാത്രമാണ്. Are you listening to me? എന്നെ കേൾക്കുന്നുണ്ടോ? If you have any sinful habit in you, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപ സ്വഭാവം ഉണ്ടെങ്കിൽ only Jesus can make you free, set you free. യേശുവിന് മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുകയുള്ളൂ. Some people are in the grip of sicknesses. ചില ആളുകൾ രോഗത്തിന്റെ പിടിയിലാണ്. Only Jesus can completely set you free. യേശുവിന് മാത്രമേ പൂർണ്ണമായി പരിപൂർണമായി നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ കഴിയുകയുള്ളൂ. The other day I was staying in a hotel room. ഒരു ദിവസം ഞാൻ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ The supplier came to serve me some food. സപ്ലയർ ചില ഭക്ഷണങ്ങൾ എൻ്റെ മുറിയിലേക്ക് നൽകുവാൻ വന്നു. Suddenly he recognized me. You come on TV? പെട്ടെന്ന് എന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിങ്ങൾ ടിവിയിൽ പ്രസംഗിക്കാറില്ലേ? You are from Blessing today? ബ്ലെസ്സിംഗ് ടുഡേയിലുള്ള വ്യക്തിയല്ലേ? Then suddenly he said, പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, brother, in my family ബ്രദർ, എൻ്റെ കുടുംബത്തിൽ I have asthmatic problem. എനിക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. My father and mother, they have asthmatic എൻ്റെ problem. അപ്പനും അമ്മയും അവർക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. My daughter has asthmatic problem. എൻ്റെ മകൾക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. All of us in the family, we have asthma. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ആസ്മയുള്ളവരാണ്. We can't sleep properly in the night. ഞങ്ങൾക്ക് രാത്രിയിൽ മര്യാദക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. So when I noticed all family members in that family, all of them were under the grip of sicknesses. അതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും രോഗത്തിന്റെ ആ പിടിയിൽ പെട്ടിരിക്കുകയാണ്. In many families, this is the situation. അനേക കുടുംബങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. Maybe in your family, it is not asthma, it may be some other disease. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആസ്മയായിരിക്കണമെന്നില്ല, മറ്റ് ചില രോഗമാകാം. But I have a good news for you. പക്ഷേ ഒരു സദ്വാർത്ത നിങ്ങളോട് You might പറയാം. have undergone many treatments. ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം. Many kinds of medications you must have tried. പല രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. Some diseases are hereditary. ചില രോഗങ്ങൾ പാരമ്പര്യമായി വന്നതാകാം. But only Jesus can cut the chains and bondages of these hereditary diseases and he can set you completely free. യേശുവിന് മാത്രമേ പാരമ്പര്യമായ തലമുറകളായി വരുന്ന എല്ലാ രോഗത്തിന്റെ ചങ്ങലകളെയും തുടർ ചങ്ങലകളെയും മുറിച്ചു മാറ്റി നിന്നെ പൂർണ്ണമായി സ്വതന്ത്രനാക്കുവാൻ കഴിയുകയുള്ളൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉടുപ്പി ജൂൺ 25 വ്യാഴം. സമയം വൈകിട്ട് 5:30 മുതൽ. ശ്രീ ആരൂർ ലക്ഷ്മി നാരായണ റാവു മെമ്മോറിയൽ ടൗൺ ഹാൾ, അജർക്കാട്, ഉടുപ്പി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ജൂൺ 26 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ. ജഗൻ മോഹൻ പാലസ്, ദേവരാജ് മോഹല്ല, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനുള്ളിൽ വിശ്വസിക്കുന്നു, ഇത് കാണുന്ന നിങ്ങളെ യേശു ഈ നിമിഷങ്ങളിൽ തൊടും. കർത്താവെ, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഇപ്പോൾ നടക്കട്ടെ. സൊറായസിസ് ബാധിച്ച് ശരീരത്തിൽ ആ ത്വക്ക് രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന ചിലരെ അത്ഭുതകരമായി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. ഐ ഫീൽ ദ പവർ ഓഫ് ഗോഡ് ഫ്ലോയിങ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സൊറായസിസ് എന്ന രോഗം വന്നാൽ സ്വന്തം ജീവിത പങ്കാളി പോലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പോലും നമ്മളെ വെറുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ യേശു അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കുന്നു. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കാൻ യേശുവിന് സാധിക്കുമെങ്കിൽ ഈ രോഗം സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. കരളിലുള്ള ചില രോഗങ്ങൾ, ലിവർ സിറോസിസ് ആകാം, അനുബന്ധ രോഗങ്ങളാകാം, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു വ്യക്തി
വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള മെഡിക്കൽ ചെയ്തിട്ട് പാസ്സാകാൻ കഴിയാതെ എന്തൊക്കെയോ ടെസ്റ്റിൽ നെഗറ്റീവായി കണ്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് ആ വ്യക്തിയെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന. അടുത്ത മെഡിക്കൽ നടക്കുമ്പോൾ ആ വ്യക്തി പാസ്സാകട്ടെ. ആ രോഗം അല്ലെങ്കിൽ ആ ടെസ്റ്റ് റിസൾട്ടിൽ നെഗറ്റീവ് പാർട്ട് അവിടെ ഉണ്ടാകരുത് യേശുവിൻ്റെ നാമത്തിൽ. ഷുഗർ പ്രോബ്ലമുള്ള വ്യക്തികളെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഗംസ് അല്ലെങ്കിൽ മോണയുടെ ഭാഗത്ത് പഴുപ്പുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒത്തിരി ട്രീറ്റ് ചെയ്തിട്ട് അത് മാറുന്നില്ല, എന്നാൽ യേശുവിൻ്റെ കരസ്പർശനത്താൽ ഇപ്പോൾ അത് സൗഖ്യമാകുന്നു. വയറിൻ്റെ അകത്ത് വളരുന്ന മുഴകൾ, അത് പെട്ടെന്ന് പല പല മുഴകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അടുത്ത റിപ്പോർട്ടിൽ അത് കാണാനാവാത്ത വിധം മാഞ്ഞു പോകട്ടെ. ആൻഡ്രൂസ് എന്നു പേരുള്ള ഒരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളോട് ബന്ധപ്പെട്ട രോഗം, അനുബന്ധ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇനി നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് 2 കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ ലോകം എമ്പാടും എവിടെയെല്ലാം മാധ്യമങ്ങളിലൂടെ ഇത് കാണുന്നു, അവരെല്ലാം കർത്താവെ നീ സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു. ടച്ച് ദം ലോർഡ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വ്യാഴാഴ്ച ഉടുപ്പിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഉടുപ്പിയിലുള്ള നിങ്ങൾക്കറിയാവുന്ന എല്ലാവരെയും ഫോൺ ചെയ്ത് പറയുക, അല്ലെങ്കിൽ ഒരു SMS അയയ്ക്കുക, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക, ഒരു ഇമെയിൽ അയയ്ക്കുക, ഏത് രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ആ ഭാഗങ്ങളിൽ ഇത്രയും കണക്ടിവിറ്റി ഉണ്ടാകണമെന്നില്ല, എല്ലാവർക്കും ബ്ലെസ്സിങ് ടുഡേ അവിടെ കാണാൻ സാധിക്കണമെന്നില്ല. ബട്ട് യു ക്യാൻ ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. അടുത്ത വെള്ളിയാഴ്ച മൈസൂരിലേക്ക് ബ്ലെസ്സിങ് ടുഡേ ടീം നീങ്ങുകയാണ്. അവിടേക്ക് നിങ്ങൾക്ക് വരാം. അവിടെയുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് വിളിച്ചു പറയുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങളും DVDകളും ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ടെലഫോണിൽ ഓഫീസ് ടൈമിൽ വിളിക്കുക. അതുകൂടാതെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.